ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പപ്പടമാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാറില്ലേ, അതിനെ കഴിഞ്ഞും നല്ല രുചിയാണ് ഈ ഒരു പപ്പടം കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പപ്പടം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് 1/2 കപ്പ് ഉഴുന്നാണ്. ഞാനിത് വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് തുടച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താലും മതി. ഇനിതായി ഉഴുന്നൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും തരിയില്ലാത്ത പോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഉഴുന്നുകൂടെയൊക്കെ ഒന്ന് അരിച്ചെടുക്കാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് ഉഴുന്നുപൊടിയാണ് എടുക്കണതെങ്കിൽ അതിന് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പാകമായിരിക്കുമേ. സാധാരണ പപ്പടമൊക്കെ തയ്യാറാക്കുക പപ്പടക്കാരമൊക്കെ ചേർത്തിട്ടാണ്. പക്ഷേ പപ്പടക്കാരമൊന്നും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണമെന്നില്ലല്ലോ. പപ്പടക്കാരം ചേർക്കാതെ ഇങ്ങനെ തയ്യാറാക്കിയാലും നന്നായി തന്നെ നമുക്ക് പപ്പടം കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി പൊടികളിലേക്ക് 1/4 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാവേ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കാറില്ലേ, അതുപോലെ തന്നെ. പക്ഷേ ചപ്പാത്തി മാവ് പോലെ ഈ മാവ് അത്ര സോഫ്റ്റ് അല്ല, കുറച്ച് കട്ടിയിലാണ് ഇരിക്കുക. അപ്പോൾ കൈകൊണ്ട് കുഴച്ചെടുക്കാനായിട്ട് കുറച്ചൊന്ന് പാടായിരിക്കും. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ നല്ലെണ്ണയാണ്. വേറെ എണ്ണയൊന്നും ചേർക്കരുത് കേട്ടോ, നല്ലെണ്ണ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോഴാണ് നമുക്ക് ആ പപ്പടത്തിൻ്റെ രുചി കിട്ടുള്ളൂ. നമ്മളിതായി മാവ് കൈവച്ച് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുവാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കണ ഇതുപോലത്തെ ഇടികല്ലുണ്ടാവില്ലേ, ഇത് വെച്ചിട്ട് ഇടിച്ചു കൊടുത്താൽ മതിയേ. ഇതായി ഇടിച്ചു കൊടുത്ത് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇടിച്ചിടിച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കിയിട്ട് എടുക്കാം. 2-3 മിനിറ്റ് നേരം ഇതിങ്ങനെ ഇടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ മാവ് സോഫ്റ്റായിട്ട് വരും. ഈ മാവ് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്ന് ഉരുട്ടി കൊടുത്ത ശേഷം ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഇതിങ്ങനെ നീളത്തിൽ എടുക്കാം, ഒരുപാട് കനം കുറഞ്ഞിട്ടല്ല. ഈ ഒരു കനത്തിലാണ് കേട്ടോ ഇത് എടുക്കേണ്ടത്. ഇനി ഇത് കുഞ്ഞി പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിലുള്ള പപ്പടം വേണം അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കണേ. ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോഴും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ എത്രത്തോളം കനം കുറഞ്ഞിട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റുമോ അത്രയും കനം കുറച്ച് പരത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ നമ്മളിതുപോലെ പരത്തി കഴിയുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. മുഴുവനും ഇങ്ങനെയൊന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഉണക്കിയെടുക്കാനായിട്ട് ന്യൂസ് പേപ്പറിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ 1/2 കപ്പ് ഉഴുന്നാണ് എടുക്കണതെങ്കിൽ ഈ ഒരു വലുപ്പത്തിലുള്ള 23 പപ്പടമാണ് കേട്ടോ കിട്ടുക. ഇനി ഇതൊന്ന് വെയിലത്ത് വെക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, 5 മിനിറ്റ് നേരം മാത്രം വെയിലത്ത് വെച്ചാൽ മതി. ഞാനിത് 5 മിനിറ്റ് നേരം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. ഇനി ഈ പപ്പടം ഞാനൊന്ന് വറുത്ത് കാണിച്ച് തരാം. നമ്മളൊക്കെ കൂടുതലായിട്ടും പപ്പടമൊക്കെ കഴിക്കുക കടയിൽ നിന്ന് വാങ്ങിയിട്ടല്ലേ. പക്ഷേ കടയിൽ നിന്ന് വാങ്ങണ പപ്പടത്തിലും ഒന്നുകൂടെ നല്ല രുചിയായിരിക്കും കേട്ടോ വീട്ടിൽ തന്നെ തയ്യാറാക്കണ പപ്പടത്തിന്. അതുമാത്രമല്ല മായമില്ലാത്ത പപ്പടം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ. പപ്പടം തയ്യാറാക്കൽ കുറച്ചൊരു മെനക്കെട്ട പണിയാണെങ്കിൽ പോലും ഇനി സമയമൊക്കെ കിട്ടുമ്പോൾ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്